ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാദൽ ആൻഡ് മോത്തി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ദർ വാസ് എ ബോയ് കോൾഡ് ബാദൽ. അപ്പം ഒരു ബോയ് ഉണ്ടായിരുന്നു. ആ ബോയുടെ പേര് ബാദൽ എന്നായിരുന്നു. ഹീ ലീവ്ഡ് വിത്ത് ഹിസ് മദർ ഇൻ എ വില്ലേജ് ആൻഡ് ദേ വർ വെരി ഹാപ്പി. അപ്പം ഈ ബാദൽ ജീവിച്ചിരുന്നത് അമ്മയോടൊപ്പം ഒരു ഗ്രാമത്തിലായിരുന്നു. അവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. വൺ ഈവനിങ് വെൻ ബാദൽ വാസ് റിട്ടേണിംഗ് ഫ്രം സ്കൂൾ ഹീ സോ എ പപ്പി ഷിവറിങ് ഇൻ ദ കോൾഡ്. ഒരു ദിവസം വൈകുന്നേരം ബാദൽ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് വഴിയരികിൽ ഒരു ചെറിയ പട്ടിക്കുഞ്ഞ് തണുപ്പത്ത് വിറച്ച് കിടക്കുന്നത് കണ്ടു. ബാദൽ ബ്രോട്ട് ഹിം ഹോം. ബാദൽ എന്ത് ചെയ്തു? ഈ ഒരു കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്നു. ക്യാൻ ദിസ് പപ്പി സ്റ്റേ വിത്ത് അസ് മാം ആസ്ഡ് ബാദൽ. അപ്പോൾ അമ്മയോട് ചോദിച്ചു, നമ്മുടെ ഒപ്പം ഈ ഒരു പപ്പി ഇനി താമസിച്ചോട്ടെ. യേസ് ബേട്ട, ബട്ട് ഓൺലി ഇഫ് യു പ്രോമിസ് ടു ടേക്ക് കെയർ ഓഫ് ദ പപ്പി, സെഡ് ഹിസ് മദർ വിത്ത് എ സ്മൈൽ. അമ്മ അത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു പപ്പിയെ നോക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നമ്മുടെ കൂടെ അത് താമസിച്ചോട്ടെ. ബാദൽ ആൻഡ് ഹിസ് മദർ നെയിം ദ പപ്പി മൂത്തി. അപ്പം അമ്മയും മകനും ഒന്നിച്ച് ആ ഒരു നായക്കുഞ്ഞിന് കൊടുത്ത പേരാണ് മൂത്തി. ആസ് days went by, Moti grew up and loved Badal. They became best friends. They ate and played together. Moti followed Badal wherever he went. They played their favorite games together. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. നായക്കുഞ്ഞ് വളർന്ന് വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ മോത്തിക്ക് ബാദലിനെ വളരെ ഇഷ്ടമായിരുന്നു. അവർ ബെസ്റ്റ് ഫ്രണ്ട്സായി. അവർ കളിക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഒരുമിച്ചാണ്. ബാദൽ എവിടെ പോയാലും മോത്തി ബാദലിൻ്റെ പുറകെ പോകുമായിരുന്നു. അവരൊരുമിച്ച് ഫേവറേറ്റ് ഗെയിംസൊക്കെ കളിക്കുമായിരുന്നു. വൺ റെയിനി ഡേ വൈൽ ബാദൽ വാസ് ഓൺ ഹിസ് ഹോം ഫ്രം സ്കൂൾ ഹി സ്ലിപ്ഡ് ഓൺ ദ മഡി ലെയിൻ ആൻഡ് ഫെൽ ഇൻ ടു എ ഡീപ്പ് പിറ്റ്. ഒരു മഴയുള്ള ദിവസം സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് തൻ്റെ കാല് മണ്ണിൽ പുതഞ്ഞ് താൻ തെന്നി ഒരു ആഴമുള്ള കുഴിയിലേക്ക് ബാദൽ വീണു. ഹി ട്രൈഡ് ഹാർഡ് ബട്ട് കുഡ് നോട്ട് കം ഔട്ട് ഓഫ് ദ പിറ്റ്. ഒരുപാട് ശ്രമിച്ചിട്ടും ആ കുഴിയിൽ നിന്ന് കയറാൻ ബാദലിന് സാധിച്ചില്ല. ബാദൽസ് മദർ വാസ് വെറീഡ് വെൻ ഹി ഡിഡ് നോട്ട് കം ഹോം ഇൻ ടൈം. അപ്പം എല്ലാ ദിവസവും വരുന്ന സമയത്ത് എത്താതിരുന്നതുകൊണ്ട് തന്നെ ബാദലിൻ്റെ അമ്മ വളരെ വിഷമിച്ചു. മോത്തി ടു വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അപ്പോൾ ഈ മോത്തി എന്ന് പറയുന്ന ഈ നായ തന്നെ നോക്കി ഗേറ്റിൻ്റെ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും മോത്തി ഒരുമിച്ചാണ് എപ്പോഴും ബാദലിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ബാദൽസ് മദർ ഗ്യാതേർഡ് ദ നെയ്ബേഴ്സ് ടു ഹെൽപ്പ് സെർച്ച് ഫോർ ഹിം. അപ്പം ബാദലിൻ്റെ അമ്മ ചുറ്റുപാടുമുള്ള അയൽക്കാരെയൊക്കെ വിളിച്ചിട്ട് സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചു, തൻ്റെ മകനെ കണ്ടെത്താൻ വേണ്ടി. മോത്തി ടു അക്കമ്പനീഡ് ദം. അവരെന്ത് ചെയ്തു? അവർ പോകുന്ന കൂടെ ഈ നായയും കൂടെ പോയി. മോത്തി കോട്ട് ബാദൽ സെൻറ്റ്. ഹി ഫോളോഡ് ദ സെൻറ്റ് ആൻഡ് വെൻറ്റ് നിയർ ദ പിറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. അപ്പം മോത്തി എന്ത് ചെയ്തു വെച്ചാൽ, മോത്തിക്ക് ഇവരുടെ പോകുന്ന വഴിക്ക് നായ്ക്കൾ എപ്പോഴും എങ്ങനെ മണം പിടിച്ചാണ് പോകുന്നത് അല്ലേ? അതേപോലെ തന്നെ മോത്തിക്ക് എന്ത് കിട്ടി? ബാദലിൻ്റെ ആ ഒരു മണം കിട്ടി. ആ ഒരു മണം പിടിച്ച് എവിടെ എത്തി? ഈ ഒരു കുഴി, അതായത് ബാദൽ കിടക്കുന്ന കുഴിയുടെ അവിടെ എത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് കുരയ്ക്കാൻ തുടങ്ങി. ദിസ് അലേർട്ടഡ് ദ നെയ്ബേഴ്സ് ഹു വർ സെർച്ചിങ് ഫോർ ബാദൽ. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ കുരയ്ക്കുന്ന കേട്ടപ്പോൾ ബാദലിന് വേണ്ടി സെർച്ച് ചെയ്തിരുന്ന ആൾക്കാരുടെ ശ്രദ്ധയിൽ അത് പെട്ടു. അവരെന്ത് ചെയ്തു? അവിടെ എത്തിയപ്പോൾ കുഴിയിൽ ആര് കിടക്കുന്നുണ്ട്? ബാദൽ കിടക്കുന്ന കണ്ടു. ദേ യൂസ്ഡ് എ റോക്ക് ടു പുൾ ബാദൽ ഔട്ട് ഓഫ് ദ പിറ്റ്. അപ്പോൾ അവരൊരു കയറിട്ട് കൊടുത്തിട്ട് ബാദലിനെ ആ ഒരു കുഴിയിൽ നിന്നും കരകയറ്റി. എവ്രി വൺ വാസ് റിലീവ്ഡ്. അപ്പം എല്ലാവർക്കും വളരെ ആശ്വാസമായി. ബാദൽ ഹഗ് ആൻഡ് താങ്ക്ഡ് മോത്തി. അപ്പം ബാദൽ എന്ത് ചെയ്തു? ഈ ഒരു നായയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവനെ ഹഗ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ ആൻസർ ദ ഫോളോയിങ് ഒന്ന് നോക്കാം. വാട്ട് ഡിഡ് ബാദൽ കം അക്രോസ് ബൈ ദ സൈഡ് ഓഫ് ദ റോഡ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് റോഡ് സൈഡിൽ എന്താണ് ബാദൽ കണ്ടത്? അതായത് നടന്നു വരുന്ന വഴിക്ക് എന്തിനെ കടന്നാണ് വന്നതെന്നാണ്. അപ്പോൾ എന്താണ്? ഒരു സ്മോൾ പപ്പിയാണ് കണ്ടത്. വാട്ട് ഡിഡ് ബാദൽ ആൻഡ് ഹിസ് മദർ നെയിം ദ പപ്പി? ബാദലും തൻ്റെ അമ്മയും ആ പപ്പിക്ക് കൊടുത്ത പേരെന്താണ്? മോത്തി എന്നാണ്. വാട്ട് ഡിഡ് ബാദൽ ഫോൾ ഇൻ ടു? എങ്ങോട്ടാണ് വീണത്? ഒരു ഡീപ്പ് പിറ്റിലേക്കാണ്. ഹൗ ഡിഡ് മോത്തി ഫൈൻഡ് ബാദൽ? എങ്ങനെയാണ് മോത്തി ബാദലിനെ കണ്ടുപിടിച്ചത്? എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതിൻ്റെ ഉത്തരം ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്. മോത്തി കോട്ട് ബാദൽസ് സെൻറ്റ്. He followed the scent
ആൻഡ് വെൻ നിയർ ദ പിറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് പാർക്കിംഗ്. അങ്ങനെയാണ് ബാദലിനെ അവർ കണ്ടുപിടിച്ചത്. ഇനി നെക്സ്റ്റ് ട്രൂ ഓർ ഫോൾസ് ആണ്, ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. ഒന്നാമത്തത്, ബാദൽ ലീവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ. ബാദൽ ജീവിച്ചിരുന്നത് അച്ഛമ്മയുടെ ഒപ്പമാണ്, അല്ലെങ്കിൽ നമ്മൾ അച്ഛൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണോ? അല്ല, അമ്മയുടെ ഒപ്പമാണ്. അപ്പോൾ അത് ഫോൾസ് ആണ്. മോത്തി ഗ്രൂ അപ്പ് ആൻഡ് ലൗഡ് ബാദൽ. മോത്തി വളർന്നു വന്ന് ബാദലിനെ സ്നേഹിച്ചിരുന്നു. അത് ട്രൂ ആണ്. ബാദൽസ് മദർ വാസ് വെറീഡ് വെൻ ഹി ഡിഡ് നോട്ട് കം ഹോം ഇൻ ടൈം. അതായത് താൻ സമയത്തിന് വരാതിരുന്നപ്പോൾ ബാദലിൻ്റെ അമ്മ വെറീഡായി. ഇത് ട്രൂ ആണ്. മോത്തി കോട്ട് ബാദൽസ് ഫോട്ടോ. മോത്തിക്ക് ബാദലിൻ്റെ ഫോട്ടോയാണ് കിട്ടിയത്. അത് ഫോൾസ് ആണ്. ഫോട്ടോ അല്ല കിട്ടിയത്, മണമാണ് ലഭിച്ചത്. ബാദൽ ഹഗ്ഡ് ഹിസ് പപ്പി മോത്തി ആൻഡ് താങ്ക്ഡ് ഹിം. അത് കറക്റ്റാണ്. നമ്മുടെ ഈ ഒരു പാഠത്തിൽ ലാസ്റ്റ് സെൻറ്റൻസിൽ അതാണ് പറയുന്നത്. അത് ട്രൂ ആണ്. ഇനി നെക്സ്റ്റ് ബി പാർട്ടിൽ തിങ്ക് ആൻഡ് ഡിസ്കസ് ഇൻ പെയർസ്. ഇത് നിങ്ങളുടെ ക്ലാസ്സുകളിൽ ടീച്ചർ നിങ്ങളെ ചെയ്യിപ്പിക്കും. ഡു യു റിമെമ്പർ വെൻ യു ഫെൽ ഡൗൺ ലാസ്റ്റ് ടൈം? ഹൗ ഡിഡ് യു ഫോൾ? ഹൂ പിക്ഡ് യു അപ്പ്? ഷെയർ യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് പെയർസിൽ ചെയ്യേണ്ടതാണ്. അതായത് 2 പേര് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണം. അതായത് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വീണത് എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ, എങ്ങനെയാണ് വീണത്, ആരാണ് നിങ്ങളെ എഴുന്നേൽപ്പിച്ചത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. രണ്ടാമത്, ഡു യു ഹാവ് എ പെറ്റ്? ഡു യു നോ സമ്മൺ ഹു ഹാസ് എ പെറ്റ്? അതായത് നിങ്ങൾക്ക് പെറ്റുണ്ടോ, വളർത്തുമൃഗമുണ്ടോ, നിങ്ങൾക്ക് വളർത്തുമൃഗമുള്ള മറ്റാരെങ്കിലും അറിയാമോ? ഇഫ് യു വെർ അലൗഡ് ടു കീപ്പ് എനി ആനിമൽ ആസ് എ പെറ്റ്, വിച്ച് ആനിമൽ വുഡ് യു ചൂസ്? വൈ? അതായത് ഒരു ആനിമലിനെ പെറ്റായിട്ട് വെക്കാൻ നിങ്ങളെ അനുവദിക്കുവാണെങ്കിൽ നിങ്ങൾ ഏത് ആനിമലിനെ ചൂസ് ചെയ്യും? എന്തുകൊണ്ട്? വൈ? ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതൊരു ചെറിയൊരു ഗ്രാമർ പോർഷനാണ്. ഇത് നിങ്ങൾ കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് കയറുമ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാവും. നമുക്കറിയാം, ലുക്ക് അറ്റ് ദ ഫോളോയിങ് വേർഡ്സ് ഫ്രം ദ ലെസൺ. ഈ ഒരു യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് വാക്കുകൾ കണ്ടോ? ലിഫ്റ്റ്, ലവ്ഡ്, പ്ലേഡ്, ഗ്യാതേർഡ്, താങ്ക്ഡ്. ഈ വാക്കുകളെല്ലാം നമ്മൾ പഠിച്ച ബാദൽ ആൻഡ് മോത്തി എന്ന് പറയുന്ന സ്റ്റോറിക്കകത്തു നിന്ന് എടുത്ത വാക്കുകളാണ്. ആ വാക്കുകളുടെ എല്ലാം അവസാനം ED ഉണ്ട്. നോട്ടീസ് ദറ്റ് ഓൾ ദീസ് വേർഡ്സ് എൻഡ് വിത്ത് ED. ഓൾ ദീസ് ആക്ഷൻസ് ഹാവ് ഓൾറെഡി ഹാപ്പൻഡ്. ഇവിടെ കാണാം ED ചേർത്തിട്ടുണ്ട്. അതായത് ഇതെല്ലാം ഓരോരോ ആക്ഷനാണ്. ലിഫ്റ്റ്, ലവ്, പ്ലേ, ഗ്യാദർ, താങ്ക്ഡ് എന്ന് പറയുന്ന എല്ലാം ഓരോരോ പ്രവൃത്തിയാണ്. പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാ ഈ ആക്ഷൻ്റെയും അവസാനം ED ചേർത്തിട്ടുണ്ട്. ലിഫ്റ്റ്, ലവ്ഡ്, പ്ലേഡ്, ഗ്യാതേർഡ്, താങ്ക്ഡ്. ഇനി ഇതെല്ലാം അപ്പോൾ ED ചേർത്ത് കഴിയുമ്പം ആ ആക്ഷൻസ് എല്ലാം എന്താണ്? സംഭവിച്ചു കഴിഞ്ഞതായിട്ട് മാറും. ഓൾ ദീസ് ആക്ഷൻസ് ഹാവ് ഓൾറെഡി ഹാപ്പൻഡ്. അതായത് ലിവ്ഡ്, ലവ്ഡ്, പ്ലേഡ്, ഗ്യാതേർഡ്, താങ്ക്ഡ് എന്ന് വെച്ചാൽ ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി താഴെ കുറച്ച് ആക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആഡ് ED ആൻഡ് റൈറ്റ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആക്ഷൻസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ EDയും കൂടെ ചെയ്യുക. ED ചേർക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു പ്രവൃത്തി നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ED ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വാക്ക് പ്ലസ് ED എന്ന് പറയുമ്പോൾ വാക്ക്ഡ്. പ്ലേ പ്ലസ് ED എന്ന് പറയുമ്പോൾ പ്ലേഡ്, കളിച്ചു. ടോക്ക് പ്ലസ് ED, ടോക്ക്ഡ്, സംസാരിച്ചു. ആസ്ക്ഡ്, ASK പ്ലസ് ED, എന്താണ്? ചോദിച്ചു. അതേപോലെ ടച്ച്ഡ്, എന്താണ്? സ്പർശിച്ചു. ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ED പ്രധാനമായിട്ടും നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് മാച്ച് ദ വേർഡ്സ് ടു മേക്ക് പെയർസ്. കളർ ഈച്ച് പെയർ വിത്ത് ദ സെയിം കളർ ടു ഹാവ് ബീൻ ഡൺ ഫോർ യു. അതായത് നമ്മൾ ഓരോ ഓപ്ഷൻസിനും ഓരോ കളേഴ്സ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരും. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മാച്ച് ചെയ്യാം. ഏതാണ് കറക്റ്റ് പെയർ എന്ന് നോക്കാം. പേപ്പറുമായിട്ട് മാച്ചിങ് എപ്പോഴും പെൻസിൽ, പേപ്പർ ആൻഡ് പെൻസിൽ. ചെയർ ആൻഡ് ടേബിൾ. ബാറ്റ് ആൻഡ് ബോൾ. നീഡിൽ ആൻഡ് ത്രെഡ്. ലോക്ക് ആൻഡ് കീ. ഇഡ്ലി ആൻഡ് സാമ്പാർ. അപ്പോൾ ഒരു പെയറിനെ അവിടെ നമ്മൾ ഉണ്ടാക്കി അല്ലേ.
അപ്പോൾ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. കളേഴ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം അതിൻ്റെ പേർ ഏതാണോ ആ പേരിന് സെയിം കളർ തന്നെ വേണം നമ്മൾ കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് നോക്കാം. അതായത് ഈ ഒരു സ്റ്റോറി എങ്ങനെയാണ് നടന്നതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒന്നാമതായിട്ട് പല പല സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓർഡറിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് നമുക്ക് കാണാം, ബാദൽ കെയിം അക്രോസ് എ പപ്പി ബൈ ദ സൈഡ് ഓഫ് ദ റോഡ്. അതായത് റോഡ് സൈഡിൽ ഒരു പപ്പിയെ കണ്ടു. അതാണ് ഫസ്റ്റ്. ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കണം അടുത്ത എന്താണ് സംഭവിച്ചത്. അടുത്തത് എന്താണ്, ബാദൽ ആൻഡ് ഹിസ് മദർ നെയിം ദ പപ്പി മോത്തി. അപ്പോൾ രണ്ടാമത് എന്താണ്, ഈ പപ്പി എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു. അതാണ് സെക്കൻഡ്. ബാദൽ ആൻഡ് ഹിസ് മദർ നെയിം ദ പപ്പി മോത്തിയാണ് രണ്ടാമത്. ഇനി അതിനുശേഷം എന്താണ് സംഭവിച്ചത്, അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ വൺ റെയിനി ഡേ ഹി സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ടു എ ഡീപ്പ് പിറ്റ്. അതാണ് മൂന്നാമത് സംഭവിച്ചത്. അത് സംഭവിച്ചു കഴിഞ്ഞപ്പം പിന്നെ എന്താണ് ഫോർത്തായിട്ട് നടന്നത്, മോത്തി അക്കംപനീഡ് ബാദൽസ് മദർ ടു സെർച്ച് ഫോർ ഹിം. അതാണ് അടുത്ത സംഭവിച്ചത്. പിന്നെ മോത്തി അക്കംപനീഡ് ബാദൽസ് മദർ ടു സെർച്ച് ഫോർ ഹിം കഴിഞ്ഞിട്ട് മോത്തി ഫോളോഡ് ബാദൽ സെൻറ്റ് ആൻഡ് വെൻ നിയർ ദ പിറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ബാദലിനെ രക്ഷിച്ചു കഴിഞ്ഞപ്പം എന്താണ് ഉണ്ടായത്, അവർ ഹെൽപ്പ് ചെയ്തു, പിറ്റിൽ നിന്ന് കയറി വരാൻ സഹായിച്ചു. ലാസ്റ്റ് ബാദൽ ഹഗ്ഡ് മോത്തി. ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ ഓർഡർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. ടോക്ക് ഇൻ പെയർസ് അബൌട്ട് വാട്ട് യു ഡു എവറി ഡേ. ഇത് നമ്മൾ ലെറ്റ് us സ്പീക്ക്. ഇതൊരു സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചർ ചെയ്യിപ്പിക്കും. രണ്ടാമത് യു മേ യൂസ് ദ ഫോളോയിങ് ക്ലൂസ്. അതായത് ഇങ്ങനെയാണ് നിങ്ങളത് പറയേണ്ടത്. എവറി ഡേ ഐ വേക്ക് അപ്പ് അറ്റ് 6 in the morning, then I brush my teeth and go to the washroom. After that I take a bath and dress up for school. I eat breakfast and I go to school. ഇപ്പം നമ്മൾ പറയുവാണല്ലോ എങ്ങനെയാണെന്നത് റിപ്പോർട്ട് ചെയ്ത് പറയും. അത് നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, അത് ജസ്റ്റ് ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലൂ പോലെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.